Good evening, all of you. Now we start index numbers. നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസൈൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഡിസൈനും ഇൻഡെക്സ് നമ്പറും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനുള്ള റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നമുക്ക് ഇൻഡെക്സ് നമ്പർ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയൊരു പോർഷനാണ്, അതുകൊണ്ടാണ് ഡിസൈനേക്കാളും ചെറിയൊരു പോർഷനാണ്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റും എന്നാണ് കരുതുന്നത്. ഓക്കെ, അപ്പൊ ഇൻഡെക്സ് നമ്പേഴ്സ്. Index number is a device used to measure the relative change in the magnitude of a group of related variables in different situations. അതായത് ഒരു വേരിയബിളിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിളിന്റെ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വേരിയബിളിന്റെ റിലേറ്റീവ് ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, റിലേറ്റീവ് ചേഞ്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഇൻഡെക്സ് നമ്പേഴ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് എ റിലേറ്റീവ് ചേഞ്ച്. അപ്പൊ അവിടെ ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് അതാണ്. ഒരു റിലേറ്റീവ് ചേഞ്ച് ആണ് ഇൻഡെക്സ് നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. ചിലപ്പോൾ അതൊരു വേരിയബിളിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിളിന്റെ ആയിരിക്കാം, ഇൻ ഡിഫറെന്റ് സിറ്റുവേഷൻസ്. ഈ ഡിഫറെന്റ് സിറ്റുവേഷൻസ് മീൻസ് ചിലപ്പോൾ ഡിഫറെന്റ് ടൈം പീരീഡുകളാവാം. ഒരു ബേസ് പീരീഡിൽ നിന്ന് ഒരു കറണ്ട് പീരീഡിലേക്ക് വന്നപ്പോൾ ഉണ്ടായ റിലേറ്റീവ് ചേഞ്ച് ആയിരിക്കാം. ഫോർ എക്സാമ്പിൾ പ്രൈസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു അംബർലയുടെ പ്രൈസ് എടുക്കുകയാണെങ്കിൽ ഡിമാൻഡ് ഉള്ള സമയത്ത് അതിന്റെ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും, ഡിമാൻഡ് കുറഞ്ഞു നിൽക്കുന്ന സമയത്ത് അതിന്റെ പ്രൈസിൽ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഡിമാൻഡ് ഒക്കെ ഇപ്പൊ ഡിമാൻഡ് പിന്നെ അല്ലെങ്കിൽ ഇയേഴ്സ്, കുറെ ഇയറുകൾ മുന്നോട്ട് പോകുന്തോറും എന്താ പറയാ പ്രൈസിലൊക്കെ ചേഞ്ച് വരാം. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടറുകൾ അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ നിന്ന് ഒരു ടൈം പീരീഡിലേക്ക് പോകുമ്പോൾ പ്രൈസിന് ഉണ്ടായ റിലേറ്റീവ് ചേഞ്ച് എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൈസിൽ ആ ക്വാണ്ടിറ്റിക്ക് ഉണ്ടായ റിലേറ്റീവ് ചേഞ്ച് എന്താണ്, അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്നൊരു പ്ലേസിലേക്ക് മാറുമ്പോൾ നമുക്കറിയാം ചില സാധനങ്ങൾ ചില സ്ഥലത്ത് പോയി വാങ്ങുമ്പോൾ ഉള്ള റേറ്റ് ആയിരിക്കില്ല അതേ സാധനം വേറൊരു പ്ലേസിൽ പോയിട്ട് വാങ്ങുമ്പോൾ. സോ പ്ലേസ് ടു പ്ലേസ് അല്ലെങ്കിൽ ടൈം ടു ടൈം തിങ്സുകൾ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ എക്സാക്ട് ചേഞ്ച് അല്ലെങ്കിലും ഒരു റിലേറ്റീവ് ചേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി ഈ വേരിയബിൾ എന്ന് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ പ്രൈസുകളാവാം, ക്വാണ്ടിറ്റികളാവാം, വട്ട് എവർ. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഇറ്റ്സ് ജസ്റ്റ് എ ഡിവൈസ് ആൻഡ് ആസ് യൂസ്ഡ് ടു മെഷർ ദ റിലേറ്റീവ് ചേഞ്ച്. ഇനി നമ്മൾ ഇൻഡെക്സ് നമ്പറിനെ പറ്റി കുറച്ചും കൂടി കാര്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം, അതായത് എന്താണ് ഇൻഡെക്സ് നമ്പറിന്റെ ഒരു യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എക്കണോമിക് ഫിനോമിനൻസ് എന്ന് പറയുന്നത് ഡൈനാമിക് ആണ് അല്ലെ. ഓൾമോസ്റ്റ് എല്ലാ എക്കണോമിക് ഫിനോമിനൻസും ഡൈനാമിക് ആണ്. ഡൈനാമിക് ഇൻ ദ സെൻസ് they are continuously changes അല്ലെ. അത് കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോ എക്കണോമിക് ഫിനോമിന എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലേഷൻ ആവാം, അൺഎംപ്ലോയ്മെന്റ് ആവാം, എന്തിൻ്റെയൊക്കെ ഒരു ഗ്രോത്ത് ആവാം, ഡിമാൻഡ് ആവാം, സപ്ലൈ ആവാം, വാട്ട് എവർ. ഓൾ ദീസ് തിങ്സ് ആർ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആക്ച്വലി അല്ലെ. സോ എക്കണോമിക് ഫിനോമിനൻസ് ഡൈനാമിക് ആണ്. എല്ലാ എക്കണോമിക് ഫിനോമിനൻസും കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ടൈമിലേക്ക് മാറുമ്പോൾ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ നിന്ന് ഒരു സ്പേസിലേക്ക് മാറുമ്പോൾ ഉണ്ടായിട്ടുള്ള ആ ഒരു കണ്ടിന്യൂസ് ആയിട്ട് സംഭവിക്കുന്ന ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് എന്തെങ്കിലുമൊക്കെ ഒരു ആവറേജ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേണ്ടത് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. എന്തൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സിന്റെ യൂസസ്? ഫസ്റ്റ് വൺ, ടു ഫൈൻഡ് ട്രെൻഡ്. ട്രെൻഡ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ദാറ്റ് മീൻസ് വിച്ച് ഹെൽപ്സ് ടു ട്രാക്ക് ചേഞ്ചസ് ഓവർ ടൈം ഇൻ എക്കണോമിക് വേരിയബിൾസ്. എക്കണോമിക് വേരിയബിൾസിന് ടൈമിനനുസരിച്ച് ഉണ്ടാകുന്ന ചേഞ്ച് ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ,
അപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് മനസ്സിലാക്കാൻ ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ആൻഡ് എയ്റ്റ് ഫ്രെയിമിംഗ് ഓഫ് പോളിസീസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിൽ പോലും പല ഡിസിഷൻ, ഗവൺമെന്റ് തന്നെ ആവണമെന്നില്ല, പ്രൈവറ്റ് സെക്ടേഴ്സിലാണെങ്കിലും ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ് അല്ലെ. ആ ഡിസിഷൻ മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. എക്കണോമിക് കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള പോളിസീസ് ഫോം ചെയ്യും. എന്നിട്ട് നമുക്ക് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പറിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ നമ്മള് ഇപ്പൊ ഗവൺമെന്റ് സെക്ടേഴ്സിലൊക്കെ കേട്ടിട്ടുണ്ട് ഡിയർനെസ് അലവൻസ്, DA, അല്ലെങ്കിൽ മിനിമം വേജ് സെറ്റിംഗ്സ് ഒക്കെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇൻഡെക്സ് നമ്പർ ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. അല്ലെങ്കിൽ അതേപോലെ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ഇൻഫ്ലേഷൻ കൺട്രോൾ പോളിസി അനുസരിച്ച് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ്. അതേപോലെ അഗ്രികൾച്ചറൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ. സോ ഇങ്ങനെ കുറെ ഇൻഡെക്സ് നമ്പറുകൾ ഉണ്ട്. അപ്പൊ അതാണ് എയ്റ്റ് ഫ്രെയിമിംഗ് ഓഫ് പോളിസീസ് ടു അസസ് ദ പർച്ചേസിംഗ് പവർ ഓഫ് മണി. പർച്ചേസിംഗ് പവർ ഓഫ് മണി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. പർച്ചേസിംഗ് പവർ ഓഫ് മണി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എമൗണ്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി ബോട്ട് വിത്ത് എ യൂണിറ്റ് ഓഫ് മണി. ഒരു യൂണിറ്റ് ഓഫ് മണി വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ എമൗണ്ട് ആണ് പർച്ചേസിംഗ് പവർ എന്ന് പറയുന്നത്. സോ നമുക്ക് വാല്യൂ ഓഫ് മണി അത് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ ഗെയിൻ ചെയ്തോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇൻഡെക്സ് നമ്പേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റും. അതായത് whether people can buy more or less with the same amount of money. ഓരോ വർഷം കഴിയും തോറും, ഇപ്പം 1995 ഒരു 100 റുപ്പീസ് വെച്ച് നമുക്ക് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ ഇപ്പൊ ഒരു 100 റുപ്പീസ് കൊണ്ടുപോയാൽ നമുക്ക് വാങ്ങാൻ പറ്റില്ല അല്ലെ. അപ്പൊ വാല്യൂല് ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് യൂസ് ചെയ്യാം. ഫോർ അഡ്ജസ്റ്റിംഗ് നാഷണൽ ഇൻകം, അതായത് നാഷണൽ ഇൻകം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്ക് റിയൽ ഗ്രോത്ത് മനസ്സിലാക്കാൻ സാധിക്കും. എ മെഷർ ഓഫ് കമ്പാരറ്റീവ് ചേഞ്ചസ്, അത് പറഞ്ഞല്ലോ നേരത്തെ, പ്ലേസ് ടു പ്ലേസ് മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ ടൈം ടു ടൈം മാറുന്നതനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്പാരറ്റീവ് ചേഞ്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇത്രയാണ് യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പർ. സോ ഇങ്ങനെയുള്ള കുറെ എന്താ പറയാ യൂസുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡെക്സ് നമ്പേഴ്സിനെ നമുക്ക് ഒരു എക്കണോമിക് ബാരോമീറ്റർ എന്ന് വിളിക്കാം. ഇൻഡെക്സ് നമ്പേഴ്സിനെ നമുക്ക് ഒരു എക്കണോമിക് ബാരോമീറ്റർ എന്താണെന്ന് അറിയാലോ. അപ്പൊ എക്കണോമിക് ബാരോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്കോണമിയുടെ പൾസ് മനസ്സിലാക്കാൻ സാധിക്കും ഇൻഡെക്സ് നമ്പർ യൂസ് ചെയ്താൽ. എന്തൊക്കെയാണ് എക്കോണമിയുടെ പൾസ് അല്ലെങ്കിൽ എക്കോണമിയുടെ പ്രഷർ? എക്കോണമിയുടെ പ്രഷർ എന്തൊക്കെയാണ്? പ്രൈസ്, ക്വാണ്ടിറ്റി, വാല്യൂ ഓഫ് കമോഡിറ്റീസ്, അതിനൊക്കെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്താ പറയാ ഇതിനെ എക്കണോമിക് ബാരോമീറ്റർ എന്ന് വിളിക്കുന്നത്, ഇൻഡെക്സ് നമ്പേഴ്സിനെ. ഒരു എക്കോണമിയുടെ പൾസ് മനസ്സിലാക്കാൻ ഇൻഡെക്സ് നമ്പറിനെ കൊണ്ട് സാധിക്കും. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെയുള്ള പോയിന്റുകൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റുകളൊക്കെ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ലാസ്റ്റ് സെഷനിൽ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളുടെ ഒക്കെ യൂസ് മനസ്സിലാവും. ഓക്കെ, so these are the uses of index numbers. Next one, what are the limitations of index numbers? First one, the error of sampling. എന്താണ് എറർ ഓഫ് സാമ്പിളിംഗ്? അതൊരു ലിമിറ്റേഷൻ ആണ്. അതായത് ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്നത് ഡേറ്റ കളക്ഷൻ ചെയ്തിട്ടാണ്. അതും ഒരു സാമ്പിളിൽ നിന്ന് ഡേറ്റ കളക്ഷൻ ചെയ്തിട്ടാണ്, നോട്ട് ഫ്രം ദ എൻറ്റയർ പോപ്പുലേഷൻ. എൻറ്റയർ പോപ്പുലേഷനിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ടല്ല, സാമ്പിളിൽ നിന്നാണ്. സോ ഒബ്വിയസ്ലി ഒരു പെർഫെക്റ്റ് സാമ്പിൾ അല്ല എന്നുണ്ടെങ്കിൽ there must be some errors. So errors of sampling. 2, subjectivity in the construction of index numbers. ഒബ്വിയസ്ലി ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സബ്ജക്ടിവിറ്റി ഉണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൈസ് ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കമോഡിറ്റീസിനെ സെലക്ട് ചെയ്യും അല്ലെ, കുറച്ച് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ കുറച്ച് ഗുഡ്സ് ആൻഡ് സർവീസസിനെ നമ്മൾ സെലക്ട് ചെയ്യും. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യുന്ന എന്താ പറയാ ഐറ്റംസ് ആവണമെന്നില്ല വേറൊരാൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ സെലക്ട് ചെയ്യുന്നത്. സോ ഒബ്വിയസ്ലി അവിടെ എന്തുണ്ടാവാറുണ്ട്? ബയാസ് ഉണ്ടാവാറുണ്ട്. സോ ദാറ്റ് ഇസ് സബ്ജക്ടിവിറ്റി. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ചേഞ്ചസ്,
അതായത് ഇപ്പോ ടേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നമുക്ക് എക്സാക്ട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യാൻ പറ്റില്ല കൺസ്ട്രക്ഷന്റെ സമയത്ത്. സോ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് സംഭവിക്കാറുണ്ട്. ദെൻ ഫോർമുല എറർ. അതായത് ഞാനിപ്പോ ചിലപ്പോൾ ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ്സ് ഒക്കെ നമുക്ക് ഇനി പഠിക്കാനുള്ളതാണ്. എന്നാലും ഞാൻ പറയാണ്, ഞാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ആയിരിക്കില്ല വേറൊരാൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പർ ആണ് യൂസ് ചെയ്യണതെങ്കിൽ വേറൊരാൾ പാഷീസ് ഇൻഡെക്സ് നമ്പർ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പറിന് ഒരു തവണ ഒരു 2016 തോന്നുന്നു ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. 16 ഓർ വോട്ട് എവർ, ഞാൻ ഓർക്കുന്നില്ല. ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, എന്ത് ടൈപ്പ് ഓഫ് ബയാസ് ആണ് ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പറിലുള്ളത്? ലാസ്റ്റ് പേസ് ഇൻഡെക്സ് നമ്പറിന് അപ്വേർഡ് ബയാസ് ഉണ്ട്. പാഷീസ് അപ്പൊ നമ്മൾ വിചാരിക്കും പാഷീസ് എടുക്കാം. പാഷീസിൽ ഡൗൺവേർഡ് ബയാസ് ഉണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ഫിഷേഴ്സ് ഇൻഡെക്സ് നമ്പർ. സോ ഒബ്വിയസ്ലി രണ്ട് ബയാസിന്റെയും ഒരു ടച്ച് ഉണ്ടാവും. അപ്പോൾ ഏതെടുത്താലും അതിന് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. സോ ഫോർമുല എറേഴ്സ് സംഭവിക്കാറുണ്ട്. ദെൻ ചോയ്സ് ഓഫ് ദ ടൈപ്പ് ഓഫ് ആവറേജ്. ഏത് ആവറേജ് യൂസ് ചെയ്യും? വേരിയസ് ആവറേജസ് പോസസ് ഡിഫറെന്റ് വിച്ചൂസ്. സോ ഓരോ ആവറേജിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് അരിത്തമെറ്റിക് മീൻ ആൻഡ് ജോമെട്രിക് മീൻ ഒക്കെയാണ്. വേറൊന്നും നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാറില്ല. ദെൻ എറേഴ്സ് ഇൻ കളക്ഷൻ ഓഫ് ഡേറ്റ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ ഉണ്ടാകുന്ന എററുകളും ബാധിക്കാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ലിമിറ്റേഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഓർത്ത് വെക്കുക. ഈ പോയിന്റ്സ് പറയുമ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലനേഷൻ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ചോയ്സ് ഓഫ് ദ ടൈപ്പ് ഓഫ് ആവറേജ് എന്ന് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഞാൻ പറഞ്ഞു നമ്മൾ ജോമെട്രിക് മീനും അരിത്തമെറ്റിക് മീനും ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യാറുള്ളത്. ഇവിടുന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് ആ ഒരു പോയിന്റിൽ നിന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു പോയിന്റ് പഠിക്കുമ്പോൾ ചുമ്മാതെ ഇതിങ്ങനെ ലിമിറ്റേഷൻസ് ഒരു 10 എണ്ണം ബൈ ഹാർട്ട് ചെയ്യാം, യൂസസ് ഒരു 10 എണ്ണം ബൈ ഹാർട്ട് ചെയ്യാം, അതിൽ കാര്യമില്ല. അങ്ങനെ ഡയറക്റ്റ് അല്ല ചോദിക്കുക. അതിന്റെ അകത്ത് പോയിന്റ്സ് ഉണ്ടാവും, അതായിരിക്കും ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി ഞാൻ ഈ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലാതെ 1-2 പോയിന്റ്സ് പറയാം. ഓക്കെ, പ്രോബ്ലംസ് ഇൻ കൺസ്ട്രക്ടിങ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഓക്കെ, ഇൻഡെക്സ് നമ്പേഴ്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണ്? ഒന്ന്, ദ പർപ്പസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഒരു ഇൻഡെക്സ് നമ്പറിന്റെ പേർപ്പസ് അറിയാതെ എന്ത് ചെയ്യാൻ പാടില്ല? അത് കൺസ്ട്രക്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് ഓരോ ഇൻഡെക്സ് നമ്പേഴ്സും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് ഡിഫറെന്റ് പേർപ്പസിന് വേണ്ടിയിട്ടാണ്. സോ പേർപ്പസ് അറിയാന്നുള്ളത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ പർപ്പസ് ആണ്. ഓക്കെ, ഇപ്പോൾ പർച്ചേസിംഗ് പവർ ഓഫ് മണി, അതെന്ന് പറയുന്ന പർച്ചേസിംഗ് പവർ അറിയാൻ വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ, അത് ഹോൾസെയിൽ പ്രൈസിന് വേണ്ടിയിട്ടുള്ള ഇൻഡെക്സ് നമ്പർ ആണ്. സോ ഓരോന്നിനും ഓരോ പേർപ്പസ് ഉണ്ട്. 2, ചോയ്സ് ഓഫ് കമ്മോഡിറ്റീസ്. ഒരുപാട് ലാർജ് കമ്മോഡിറ്റീസ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യമില്ല ശരിക്കും. അപ്പൊ അങ്ങനെ കമ്മോഡിറ്റീസിന്റെ ചോയ്സ് ശ്രദ്ധിക്കുക, സെലക്ഷൻ ഓഫ് കമ്മോഡിറ്റീസ്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ നമ്മള് പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഡിഫറെന്റ് കമ്മോഡിറ്റീസിന്റെ പ്രൈസ് എടുക്കണം. അത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ ഹോൾസെയിൽ പ്രൈസ് കൺസിഡർ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഡിഫറൻസുകൾ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളത് നോക്കി വെക്കാം. ദെൻ കളക്ഷൻ ഓഫ് ഡേറ്റ. ഡേറ്റ കളക്ട് ചെയ്യുന്നത് റെലവെന്റ് ആയിട്ടുള്ള ഡേറ്റാസ് കളക്ട് ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുമ്പോൾ കുറേ ലോങ് ആയിട്ടുള്ള ബേസ് പീരീഡിലെ ഡേറ്റ എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോ കമ്മോഡിറ്റീസ് 2ാമത്തെ പോയിന്റ്. 3, ഡേറ്റ കളക്ഷൻ. 4, ചോയ്സ് ഓഫ് ബേസ് പീരീഡ്. ഒരു ബേസ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇൻ കമ്പാരിസന് വേണ്ടിയിട്ടുള്ള 2ാമത്തെ ഒരു ഇയർ ആണ്. ഇപ്പൊ 2025 ആണ് ഞാൻ കമ്പയർ ചെയ്യാൻ എടുക്കുന്നതെങ്കിൽ എനിക്കൊരു ബേസ് പീരീഡ് വേണം. അപ്പൊ ഒന്നുകിൽ അത് 2024 ആയിരിക്കും, അല്ലെങ്കിൽ 1990 ആയിരിക്കും. സോ അങ്ങനെയുള്ള ഒരു ബേസ് പീരീഡ് ആണ് എനിക്ക് വേണ്ടത്. പിന്നെ ബേസ് പീരീഡിന് അങ്ങനെ പ്രത്യേകിച്ച് കണ്ടീഷൻസോ അല്ലെങ്കിൽ ഇന്ന ബേസ് പീരീഡേ ആകാവോ അങ്ങനെയൊന്നുമില്ല. ഒരു നോർമൽ പീരീഡ് ആയാൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരുപാട് ഡിസ്റ്റന്റ് പീരീഡ് ആവാൻ പാടില്ല, ഒരുപാട് പാസ്റ്റിലുള്ള ഒരു പീരീഡ് ആവാൻ പാടില്ല. അതിനെ വെച്ച് ഇനി കമ്പയർ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല. ഒരു നോർമൽ ബേസ് പീരീഡ് ആയാൽ മതി.
അപ്പോൾ ബേസ് പീരീഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, പിന്നെ ചോയ്സ് ഓഫ് പ്രൈസസ്. ഇപ്പോ ഓരോ സാധനങ്ങൾക്കും ഓരോ പ്രൈസുകളാണ് ഉണ്ടാവുക. ഇപ്പൊ ചില സാധനങ്ങൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങുമ്പോൾ ഉള്ള പ്രൈസ് അല്ല ഒരു സാധാരണ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള പ്രൈസ്. അപ്പൊ ഞാനിപ്പോ ഒരു ഹോൾസെയിൽ പ്രൈസ്, ഒരു റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് നമ്പർ ആണ് ഉണ്ടാക്കാൻ പോകുന്നതെങ്കിൽ റീറ്റെയിൽ ആയിട്ടുള്ള പ്രൈസസ് ആണ് ഞാൻ കളക്ട് ചെയ്യേണ്ടത്. സോ ചോയ്സ് ഓഫ് പ്രൈസസ്. പിന്നെ അങ്ങനെ, പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോയ്സ് ഓഫ് ആവറേജ്. ആവറേജിന്റെ ചോയ്സ്. ആക്ച്വലി ആവറേജ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആവറേജുകൾ ഉണ്ട്. വി ഹാവ് എ ലോട്ട് ഓഫ് ആവറേജസ്. അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ ആൻഡ് എക്സെട്ര. കുറെ ആവറേജസ് ഉണ്ട്. മീൻ, മീഡിയൻ, മോഡ്, സോ എക്സെട്ര ഒരുപാട് ആവറേജുകൾ ഉണ്ട് നമുക്ക്. ഇതില് നമുക്ക് എല്ലാം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് പിന്നെ നമ്മള് ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ബെറ്റർ ആയിട്ടുള്ള എമംഗ് അതർ മൊത്തത്തിലുള്ളതിൽ നമുക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ആവറേജ് എന്ന് പറയുന്ന അരിത്തമെറ്റിക് മീൻ ആണെന്ന് നമ്മൾ പറയാറുണ്ട്. ശരിയാണ്. ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ആവറേജ് എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. ആക്യുറേറ്റ് ആയിട്ടുള്ളത് അരിത്തമെറ്റിക് മീൻ ആണ്. പക്ഷേ മോസ്റ്റ് പ്രിഫറബിൾ എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ആണ്. മോസ്റ്റ് പ്രിഫറബിൾ എന്ന് പറയുന്നത് ജോമെട്രിക് മീൻ ആണ്. അപ്പൊ അത് ഓർത്ത് വെക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ചുമ്മാ നമ്മളൊരു പോയിന്റ് ബൈ ഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. പോയിന്റിൽ ഉള്ളിലുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സോ എപ്പോഴും ആക്യുറേറ്റ് ആയിട്ടുള്ളത് അരിത്തമെറ്റിക് മീൻ ആണ്. ബട്ട് മോസ്റ്റ് പ്രിഫറബിൾ ആയിട്ടുള്ളത് ജോമെട്രിക് മീൻ ആണ്. ഇത്രയുള്ളൂ. ഇത്രയുമാണ് ഇതിനകത്തുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ഇത്രയും ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നതിന്റെ സെൻട്രൽ പാർട്ടിലായിട്ട് പോയിട്ടില്ല. നമ്മൾ അതിന്റെ ഇൻട്രൊഡക്ടറി മാത്രമാണ് പറഞ്ഞത്. എന്താണ് ഇൻഡെക്സ് നമ്പർ, അതിന്റെ യൂസസ് എന്തൊക്കെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ദെൻ സ്ലൈഡിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു പോർഷൻ വാട്ട് ആർ ടു ബി ഫേസ് വെൻ കൺസ്ട്രക്ടിങ് ആൻ ഇൻഡെക്സ് നമ്പർ. ഒരു ഇൻഡെക്സ് നമ്പർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ചോയ്സ് ഓഫ് പ്രൈസ്, ചോയ്സ് ഓഫ് ബേസ് പീരീഡ്, ചോയ്സ് ഓഫ് വെയിറ്റ്, ചോയ്സ് ഓഫ് കമ്മോഡിറ്റി, ഡേറ്റ കളക്ഷൻ ആൻഡ് ചോയ്സ് ഓഫ് ആവറേജ് എക്സെട്ര. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഇത്രയും മാത്രം വെച്ചുകൊണ്ട് ഒരു 3 ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻഡെക്സ് നമ്പേഴ്സ് ആർ ഓൾസോ നോൺ ആസ്. ഇൻഡെക്സ് നമ്പേഴ്സിനെ എന്തെന്നും വിളിക്കാറുണ്ട്? ഫസ്റ്റ് ഓപ്ഷൻ എക്കണോമിക് ബാരോമീറ്റേഴ്സ്. ഇനിയിപ്പോ നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും ശരിയാണ്. ഇനി രണ്ടാമത്തത് സയൻസ് ആൻഡ് ഗൈഡ് പോസ്റ്റ്, മൂന്നാമത്തത് ബൂത്ത് എ ആൻഡ് ബി, നാലാമത്തത് നൺ. നണ്ണല്ല എന്തായാലും. ഇനി ആ ബി ഓപ്ഷനും കൂടി ഉണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ. സയൻസ് ആൻഡ് ഗൈഡ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സയൻസ് പോസ്റ്റും ആണ് ഗൈഡ് പോസ്റ്റും ആണ്. ബിക്കോസ് പ്രൈസും പ്രൊഡക്ഷനും ഒക്കെ നമ്മൾ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള റിലേറ്റീവ് ചേഞ്ച് നോക്കാറുണ്ട്, ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ള റിലേറ്റീവ് ചേഞ്ച് നോക്കാറുണ്ട്. സോ സയൻസ് പോസ്റ്റ് ആണ്. സയൻസ് മനസ്സിലാക്കാൻ പറ്റും. ഡയറക്ഷൻ, ഇൻഫ്ലേഷൻ ആണോ ഡിഫ്ലേഷൻ ആണോ, ഇൻക്രീസ് ചെയ്യുന്നുണ്ടോ ഡിക്രീസ് ചെയ്യുന്നുണ്ടോ നമ്മൾ നോക്കുന്നുണ്ട്. പ്രൈസും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പണ്ടത്തേതിൽ നിന്ന് ഇപ്പോഴത്തേതിലേക്ക് വരുമ്പോൾ ചില കമ്മോഡിറ്റീസിന്റെ ഒക്കെ പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ടോ, ചിലതിനൊക്കെ ഡിമാൻഡ് കുറഞ്ഞു, അപ്പൊ ചിലപ്പോൾ അത് ഡിക്രീസ് ചെയ്തിട്ടുണ്ടാവും. സോ ബൂത്ത് എ ആൻഡ് ബി രണ്ട് ഓപ്ഷനും കറക്റ്റ് ആണ്. എക്കണോമിക് പാരാമീറ്റർ ആണ് വിതൗട്ട് എനി ഡൗട്ട്, ആൻഡ് സയൻസ് ആൻഡ് ഗൈഡ് പോസ്റ്റും ആണ്. ഗൈഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോളിസീസ് ഒക്കെ ഫോം ചെയ്യുന്നില്ലേ, എന്താ ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമ്മൾ കുറെ പോളിസികളൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊരു ഗൈഡ് പോസ്റ്റും ആണ്, നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അത് രണ്ടും വരാം. ഇതാണ് ഞാൻ പറയാം, നമ്മൾ കുറച്ചും കൂടെ ഉള്ളിലേക്ക് കേൾക്കണം. ഒരു പോയിന്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്തിട്ട് കാര്യമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ: ഇൻഡെക്സ് നമ്പേഴ്സ് ആർ എക്സ്പ്രസ്ഡ് ഇൻ. ഇൻഡെക്സ് നമ്പേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജിലാണോ, റേഷ്യോയിലാണോ, ടേംസ് ഓഫ് അബ്സല്യൂട്ട് വാല്യൂവിലാണോ, ഓൾ ദ എബോവ് ആണോ? ഇൻഡെക്സ് നമ്പേഴ്സ് എപ്പോഴും എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെന്റേജിലാണ്. ബിക്കോസ് നമ്മൾ ഇക്വേഷൻസ് ഒക്കെ പറയുമ്പോൾ ഇൻറ്റു 100 ഇട്ടല്ലേ പറയാം. സോ പെർസെന്റേജിലാണ്. ആൻഡ് ദ തേർഡ് ക്വസ്റ്റ്യൻ: ബേസ് പീരീഡ് ഓഫ് ആൻ ഇൻഡെക്സ് നമ്പർ ഷുഡ് ബി എ ഇയർ ഓൺലി. അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒറ്റ വർഷം മാത്രം വെച്ചേ കമ്പയർ ചെയ്യാവുന്നൊന്നും പറയാൻ പറ്റില്ല. ഓപ്ഷൻ സി എന്താ? എ പീരീഡ് അറ്റ് ഡിസ്റ്റൻറ്റ്. അങ്ങനെ ഒരു കണ്ടീഷൻസ് ഒന്നും ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ചോയ്സ് ഓഫ് ബേസ് പീരീഡ് എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലേ, എ നോർമൽ പീരീഡ്. ബേസ് പീരീഡ് ഒരു നോർമൽ പീരീഡ് ആയാൽ മതി. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. മോസ്റ്റ് പ്രിഫറബിൾ ടൈപ്പ് ഓഫ് ആവറേജ് ഫോർ ഇൻഡെക്സ് നമ്പേഴ്സ്. ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള ആവറേജ് ഏതാണ്? അതാണ് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞത്. ദാറ്റ് ഇസ് ജിയോമെട്രിക് മീൻ.
പക്ഷെ ആ മോസ്റ്റ് പ്രിഫേർഡ് എന്നുള്ളിടത്ത് മോസ്റ്റ് ആക്യുറേറ്റ് എന്നായിരുന്നെങ്കിലോ ദാറ്റ് ഇസ് അരിത്തമെറ്റിക് മീൻ. അതാണ് ആ വ്യത്യാസം. അതാണ് ഇപ്പൊ ചോയ്സ് ഓഫ് ആവറേജ് എന്ന് പറയുമ്പോൾ അവിടുന്ന് 2 ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ പഠിക്കണം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിന്റെ തിയറി പാർട്ട് നമ്മൾ നോക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ ഒരു ക്ലാസ്സും കൂടി മതി നമുക്ക് തിയറി ഇതും കൂടെ. അപ്പൊ ഇത്രയും ഒന്ന് നോക്കാം. എന്നിട്ട് ഇതിൽ നിന്ന് ചോദിക്കാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് പിന്നീട് ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ കുറച്ചധികം ക്വസ്റ്റ്യൻസ് എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പോ ഇതിന്റെ ബാലൻസ് ക്ലാസ്സസ് നമ്മൾ പുറകിൽ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് വെയിറ്റ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസ് വരും. ഓക്കെ, ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.